ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഈസിയായി നിർമ്മിക്കാൻ കഴിയുന്ന ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അധികം വലിപ്പമില്ലാത്ത ക്യാബിനറ്റിൽ ആംപ്ലിഫയർ സെറ്റ് ചെയ്യണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ക്യാബിൻ കാർ സ്റ്റീരിയോകൾ അസംബ്ലി ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാബിനറ്റാണ്. എല്ലാ സ്പെയർ ഷോപ്പിലും ഇതുപോലത്തുള്ള ക്യാബിനറ്റുകൾ നമുക്ക് ലഭിക്കും. അധികം വിലയൊന്നുമില്ല. ഈ ക്യാബിനറ്റിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പവർ സ്വിച്ചും ഓളിംഗ് കൺട്രോൾ സെറ്റ് ചെയ്യുന്ന പാനലും ഓളിംഗ് കൺട്രോൾ നോബും എല്ലാം നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇത് ഫിറ്റ് ചെയ്യുന്നുള്ള സ്ക്രൂ അടക്കം നമുക്ക് ഈ ക്യാബിനറ്റിൽ ലഭിക്കും. ചുരുങ്ങിയ ചെലവിൽ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ഒരു കവർ തന്നെയാണിത്. മാർക്കറ്റിൽ ഏകദേശം 750 വില വരുന്ന ഒരു ക്ലാസ് ഡി 2.1 ആംപ്ലിഫയർ ബോർഡാണിത്. ഈ ബോർഡിൽ 24 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെർ ചാനൽ 50 വാട്ടും സബ് വൂഫറിന് 100 വാട്ടും ഔട്ട്പുട്ട് ലഭിക്കും എന്നാണ് കമ്പനി പറയുന്നത്. ഈ ആംപ്ലിഫയർ ബോർഡിൽ തന്നെ ഇതിൻ്റെ ഓളിംഗ് കൺട്രോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഓളിംഗ് കൺട്രോൾ ഈ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന നോബ് ഈ ക്യാബിനറ്റിൻ്റെ അല്ല, ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഒപ്പം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ നോബ് കറക്റ്റ് ആവുന്നതിന് വേണ്ടി ഞാൻ ആ ഹോള് കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്. ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്തെല്ലാം സോക്കറ്റ് കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉള്ള ആർക്കും ഇതുപോലുള്ള ബോർഡുകൾ ഉപയോഗിച്ച് ഒരു ആംപ്ലിഫയർ ഈസിയായി അസംബിൾ ചെയ്തെടുക്കാൻ കഴിയും. ഈ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി 24 വോൾട്ട് 5 ആംപിയർ ഉള്ള ഒരു പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. കണക്ഷൻ കൊടുക്കുന്ന വിധമെല്ലാം ആ ബോർഡുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഈസിയായി കണക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് വീഡിയോയിൽ അതെല്ലാം കാണിക്കാത്തത്. ക്ലാസ് ഡി ആംപ്ലിഫയർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ക്യാബിനറ്റിൽ ഇത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്യാബിനറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് അക്രിലിക് ഷീറ്റ് ഉപയോഗിച്ച് ഫ്രണ്ട് പാനലെല്ലാം നിർമ്മിക്കുമ്പോൾ ഒരുപാട് പൈസയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചിലവ് കുറച്ചപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ചുരുങ്ങിയ ചിലവിൽ തന്നെ ഈ ഒരു ആംപ്ലിഫയർ നിർമ്മിക്കാൻ കഴിഞ്ഞു. കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ ക്യാബിനറ്റ് സെലക്ട് ചെയ്തത്. ഇതുപോലുള്ള ഒരുപാട് മോഡൽ ക്യാബിനുകൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. കുറഞ്ഞ ചിലവിൽ വരുന്ന ആംപ്ലിഫയർ ബോർഡ് ആണെങ്കിൽ പോലും നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ബോർഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.